ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1191 ആണ്ട് മിഥുനമാസം 15-ാം തീയതി, അതായത് 2016 ജൂൺ മാസം 29-ാം തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്, അശ്വതിയാണ് നക്ഷത്രം. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ ആദരണീയനായ, ഗുരുസ്ഥാനീയനായ സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമുക്കൊക്കെ പ്രിയങ്കരനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. ഏറെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ബഹുമാനപ്പെട്ട ശർമാജി, തിരുവനന്തപുരത്തു നിന്നും രമ എഴുതുന്നു. ഞാൻ ഇതിനു മുൻപും ഒരു കത്ത് അയച്ചിരുന്നു, അത് വായിക്കാത്തത് കൊണ്ടാണ് വീണ്ടും എഴുതുന്നത്. ഇതെങ്കിലും വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പ്രശ്നം ഇതാണ്. ഞങ്ങൾക്ക് കുറച്ച് കടമുള്ളത് കൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന വീട് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഉടനെ അത് വിൽക്കുവാൻ സാധിക്കുമോ? ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വേറെ ഉണ്ട്, അവിടെ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് സാധിക്കുമോ? അവിടുത്തെ വിലയേറിയ മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് രമ. ചിങ്ങലഗ്നക്കാർക്ക് കഴിഞ്ഞ 1.5 വർഷമായി കടബാധ്യതയോ കടപ്പാടമോ വർദ്ധിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ ആയി വരേണ്ട കാലവും, ചിങ്ങലഗ്നക്കാർക്ക് 4ാമത്തെ ശനിയും 4 ചൊവ്വയും അഗ്നിമാരുതൻ എന്ന് പറയുന്ന യോഗവും കൂടെ നിൽക്കുന്ന കാലമാണ്. വൃശ്ചികരാശി ശനിയും ചൊവ്വയും ചിങ്ങരാശിക്കാർക്ക് വന്നതിനാൽ കടമോ കടപ്പാടോ വരികയും സാമ്പത്തിക രംഗം തീരെ വഷളാകുകയും ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുകൾ വരികയും കടക്കാരെ കൊണ്ട് ശല്യം ഉണ്ടാകുകയും കടം തന്നിരിക്കുന്നവരാൽ പ്രശ്നമുണ്ടാകുകയും ചെയ്യുന്നതിനാൽ 4ാമിടം വിൽക്കണമെന്നുള്ള തോന്നൽ സ്വാഭാവികമാണ്. പക്ഷേ 4ാമിടത്ത് തന്നെയാണ് ഈ ശനിയും ചൊവ്വയും നിൽക്കുന്നത്. കാലോചിതപരമായ വില കിട്ടാതെ വരികയോ ദേശവ്യാപകമായി പ്രോപ്പർട്ടി സെയിൽ നടക്കാത്ത കാലമാകയാൽ അതിൻ്റേതായ ക്ഷീണം സംഭവിക്കുകയോ, അഥവാ എടുക്കാനായിട്ട് ആരെങ്കിലും വന്ന വഴി, മറ്റുള്ള അതിര് തർക്കം, വഴിപ്രശ്നം, ഇങ്ങനെയുള്ള പരിസരവാസികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തിക്താനുഭവങ്ങളോ വന്ന് തടസ്സപ്പെടുത്തുമാകുകയോ, അതുമല്ലെങ്കിൽ അഡ്വാൻസ് പോലെ തന്ന് നാം സന്തോഷിച്ച് കടമെല്ലാം തീരുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അഡ്വാൻസ് തന്നവർക്ക് എന്തെങ്കിലും രോഗങ്ങളോ അപകടങ്ങളോ പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ പ്രശ്നങ്ങളോ, വിദേശത്തൊക്കെ ജോലിയുള്ളവരാണ്, വിദേശത്ത് ജോലി നഷ്ടപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിട്ട് മുന്നോട്ട് ഞങ്ങൾ തന്ന അഡ്വാൻസ് വേണ്ട, സന്തോഷമുണ്ടെങ്കിൽ തിരിച്ചു തന്നാൽ മതി എന്ന് പറയുന്നൊരവസ്ഥയിലേക്കൊക്കെ വരുകയോ ഒക്കെ ചെയ്യാവുന്നൊരു കാലമാണ്. എന്നാൽ ആഗസ്റ്റ് മാസം, വരുന്ന ആഗസ്റ്റ് 11-ാം തീയതിക്ക് ശേഷം വില വളരെ കുറച്ച്, അല്ലെങ്കിൽ ഭൂമി കൂടുതലുണ്ടെങ്കിൽ 2ആയിട്ട്, അല്ലെങ്കിൽ 1 ഇയർ കാലാവധി വെച്ചുകൊണ്ട് കുറച്ച് ഒറ്റി പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പൂർണ്ണമായ വില കിട്ടാത്ത, അല്ലെ വിറ്റ് കടബാധ്യതകൾ സന്തുഷ്ടമായി തീർക്കാൻ സാധിക്കാത്ത നിലയിൽ അത് വിൽക്കപ്പെടുകയോ, അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ് മേടിച്ചും കൊണ്ട് ബാക്കി തവണയായി വാങ്ങിക്കൊണ്ട് കടബാധ്യതകൾ തീർക്കുവാനായി വരികയോ ചെയ്യുന്ന ഒരു സമയമാണ്. എന്തായിരുന്നാലും ഒരു 2017 ജനുവരി വരെ കടബാധ്യതകളിൽ നിന്ന് ഒരു ശാശ്വതമായ മോചനം വരുന്നതല്ല. കാരണം ഈ രാശിക്കാർക്ക് പൊതുവേ തന്നെ നമുക്ക് ഈ അഗ്നിമാരുതൻ്റെ ഒരു ശല്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഒരു സെപ്റ്റംബർ മാസം വരെ ഇതിൻ്റെ തീക്ഷ്ണത വർദ്ധിക്കുകയും ജൂലൈ മാസം 13-ാം തീയതി മുതൽ പ്രകൃതിക്ക് തന്നെ ഒരു വല്ലാത്ത അവസ്ഥ, ജലം കൊണ്ടും കാറ്റുകൊണ്ടും മണ്ണിടിച്ചിൽ കൊണ്ടും വൈറസ് രോഗങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ മനുഷ്യനിൽ കരിബാധകൾ വരികയും സാമ്പത്തികപരമായിട്ടുള്ള എത്ര വന്നാലും തികയാത്തൊരവസ്ഥയിലേക്ക് വരികയും അരിഷ്ടതാവസ്ഥകളും ഒക്കെ കുടുംബവശാൽ അല്ലെങ്കിൽ നമുക്ക് ദേശീയമായിട്ടുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കൂടുതൽ അധ്വാനിക്കുകയും അഖണ്ഡത ഉണ്ടാവുകയും ഐകമത്യം ഉണ്ടാവുകയും അവനവനെയും അവനവൻ്റെ ആരോഗ്യവും അവനവൻ്റെ കുടുംബവും
തൊഴിലും അവനവൻ്റെ കരയും മാതൃരാജ്യവും സംരക്ഷിക്കുവാൻ നാം ജാഗരൂകരായിരിക്കുകയും പ്രകൃതിക്ഷോഭങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് മുൻകരുതലുകൾ എടുക്കേണ്ട കാലവും, അതുപോലെ തന്നെ കടബാധ്യതകളിൽപ്പെട്ട ഈ രാശിക്കാർക്ക് കടം തീരുവാനായിട്ടുള്ള ഏതെങ്കിലും മാർഗങ്ങൾ, വസ്തു വിൽക്കാനൊക്കെ ഉണ്ടെന്നെങ്കിൽ വലിയ വിലയൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു ചെറിയ ലാഭമൊക്കെ ഇട്ട് വിറ്റ് കടബാധ്യതകളൊക്കെ തീർത്ത് ഉള്ള ഫണ്ട് കൊണ്ട് അത് സ്വരൂപിച്ച് കൊണ്ട് വരുന്ന ഈ അഗ്നിമാരുതിനൊക്കെ തീരുന്ന കാലം വരെയുള്ള ദാരിദ്ര്യാദികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നാം ഭയക്കുന്ന രീതികളിൽ നിന്നെല്ലാം നമുക്കൊരു സംരക്ഷണം ഉറക്കുവാൻ ജാഗരൂകരായിട്ട് മാനസികവും ശാരീരികവും സാംസ്കാരികവും ഐകമത്യപരവും സംഘടിതപരവുമായി നാം യത്നിക്കേണ്ടതുണ്ട്. ഇവിടെ വസ്തു വിൽക്കാനായിട്ട് സാധിക്കും, വലിയ വില കിട്ടത്തില്ല. ജനുവരി മാസത്തോടു കൂടി കടബാധ്യതകളിൽ 90% തീരും. അതിനുശേഷം വീണ്ടും ഒരു കത്തയക്കുക. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.